അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിയാറുകൾ എന്ന നിലയിൽ വൃദ്ധവിശുദ്ധിയിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിൽ വൃദ്ധം എടുക്കുന്നതിലൂടെ, നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. രാത്രിയിൽ നിശാ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് നാം എല്ലാവരും. അതിലൂടെയും അള്ളാഹു നമുക്ക് വമ്പിച്ച പ്രതിഫലവും പാപമോചനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ നോമ്പിനെ സ്വീകരിക്കണമെങ്കിൽ മറ്റൊരു മാനദണ്ഡം കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ദരിദ്രരായ ആളുകളെ പരിഗണിക്കുക എന്നതാണ്. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒന്നാണ് ഫിത്ർ സക്കാത്ത്. സക്കാത്ത്, അതിൻ്റെ നിബന്ധനകൾ, അത് സംബന്ധമായ വിഷയങ്ങൾ തേജസ് ന്യൂസിൽ നാം കേട്ട് കഴിഞ്ഞതാണ്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചും നമുക്കൊക്കെ അറിവുണ്ട്. യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള ഉദ്ദേശവും പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് എല്ലാവരും പട്ടിണി കിടക്കാതെ ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷമെന്നാണ്. ഫിത്ർ, ഈദുൽ ഫിത്ർ ആഘോഷിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തിലാണ് ഫിത്ർ സക്കാത്തിനെ നിബന്ധനയാക്കിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, റമദാനിലെ അമലുകൾ ആകാശ ലോകത്തിലേക്ക് ഉയർത്തപ്പെടാതെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടും എന്നാണ്. ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ മാത്രമാണ് അത് ആകാശ ലോകത്തിലേക്ക് ഉയർന്നു പോവുകയുള്ളൂ എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, റമദാനിൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കണമെങ്കിൽ മാനവികമായ മൂല്യങ്ങളെ നാം കാത്തു സംരക്ഷിക്കേണ്ടത് അടിസ്ഥാനമാണ് എന്നാണ് നമ്മെ ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അയൽപക്ക ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെ പരിഗണിക്കാൻ നാം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, ആരാണ് നൽകേണ്ടത്, എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. റമദാൻ 1 മുതൽ ഷവ്വാൽ 1 വരെ ഫിത്ർ സക്കാത്ത് നൽകൽ ജായിസാണ്, അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്നത് ഷവ്വാൽ 1 പിറ കാണുന്നതോടു കൂടിയാണ്. അതായത് ഷവ്വാൽ 1 എന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന ആ സമയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്നത്. അപ്പം അതുകൊണ്ട് ഷവ്വാൽ പിറന്നു എന്ന് ബോധ്യപ്പെടുന്ന ആ സമയം മുതൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് വരെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്ന് മനസ്സിലായി. ഇനി ആരാണ് നൽകേണ്ടത്? പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, മറ്റ് അനുബന്ധങ്ങൾ, ഇതിന് സൗകര്യമുള്ള, സമ്പത്തുള്ള എല്ലാ ആളുകളും ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. അവർ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് എന്നാണ്. അപ്പോൾ എനിക്ക് പെരുന്നാൾ ദിനം കഴിച്ചുകൂട്ടാൻ സൗകര്യമുണ്ട്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ആശ്രിതരായ ആളുകൾക്കും ഭക്ഷണവും വസ്ത്രവും അതുപോലെ പാർക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഫിത്ർ സക്കാത്ത് നൽകാൻ അർഹനാണ്. സക്കാത്ത് നൽകൽ എൻ്റെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോരുത്തരും കണക്കുകൂട്ടിയാൽ മതി. ഇന്നത്തെ ദിവസത്തെ ചെലവ് നടത്താനുള്ള സാമ്പത്തിക ശേഷി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം. ആ പെരുന്നാൾ ദിവസത്തിന് അത് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി വെക്കുമല്ലോ. ഇനി എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് എന്നാണ്.
ഇപ്പോൾ വീട്ടിലുള്ള ഓരോ വ്യക്തിക്കും, വീട്ടിലെ നാഥൻ അതായത് കുടുംബനാഥനാണല്ലോ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അങ്ങനെയുള്ള ഓരോ അംഗത്തിനും ഒരു സാ അരി വീതമാണ് കൊടുക്കേണ്ടത്. ഒരു സാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോ അരി. 4 മുദ്ദ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 4 മുദ്ദാണ് ഒരു സാ. ഇപ്പോൾ ഒരു മുദ്ദ് നമ്മൾ മുദ്ദിനെ കിലോഗ്രാമിലേക്ക് കണക്കാക്കുമ്പോൾ 600 ഗ്രാം വരും. 600 × 4 എന്ന് പറയുമ്പോൾ 2,400 ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും അളവിൽ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയാണ് 2,500 2.5 കിലോ എന്ന് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് തൂക്കവും തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി, അപ്പോൾ എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഓരോ അംഗത്തിനും 2.5 കിലോ വീതമാണ് നൽകേണ്ടത്. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ 2.5 × 5 12.5 കിലോ അരി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് എൻ്റെ ബന്ധുക്കളും അയൽവാസികളുമായ അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സൂക്ഷ്മത എന്ന നിലയിൽ നമുക്ക് ഇത് ബോധ്യപ്പെടുത്തുകയാണ്, അരിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി പാലിച്ചുകൊണ്ട് പരമാവധി പെരുന്നാൾ ദിനത്തിൻ്റെ തലേ രാത്രിയിൽ തന്നെ, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ അതെല്ലാം കൊടുത്ത് നമ്മുടെ ബാധ്യതകൾ വീട്ടി നമ്മുടെ പരിശുദ്ധ റമദാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരമലാക്കി തീർക്കാൻ ഫിത്ർ സക്കാത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.